ഹരേ കൃഷ്ണ. വായിക്കണോ പ്രഭു? വായിക്കട്ടെ? ആ, വായിച്ചോളൂ. വേറെ ആരും ഇല്ലെങ്കിൽ വായിക്കാന്ന് മാത്രം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മ. ശ്രീ ചൈതന്യ ചരിതാമൃതം ആദി ലീല അധ്യായം 12. അദ്വൈത ഗദാധരന്മാരുടെ വിസ്തരണങ്ങൾ. ശ്ലോകം 17. പഞ്ചമവർഷേര ബാലക കഹ സിദ്ധാന്തേര സാര ശുനീയ പായില ആചാര്യ സന്തോഷ അപാര. വിവർത്തനം ശീലപ്രഭാതിക്ക്. 5 വയസ്സുള്ള പുത്രൻ അച്യുതാനന്ദന്റെ നിർണയത്തിൽ അദ്വൈതാചാര്യന് അതിയായ സന്തോഷം അനുഭവപ്പെട്ടു. ഭാവാർത്ഥം ശീലപ്രഭാതിക്ക്. 13 മുതൽ 17 വരെയുള്ള ശ്ലോകങ്ങൾ വ്യാഖ്യാനിച്ച് അദ്വൈതാചാര്യന്റെ പിൻഗാമികളുടെ വിപുലമായ ഒരു വിവരണം ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ നൽകുന്നു. അച്യുതാനന്ദൻ അദ്വൈതാചാര്യന്റെ ഏറ്റവും മുതിർന്ന പുത്രനായിരുന്നു എന്ന ചൈതന്യ ഭാഗവതം അന്ത്യഖണ്ഡത്തിലെ പ്രഥമ അധ്യായത്തിൽ പറയുന്നു. അദ്വൈത ചരിതം എന്ന സംസ്കൃത ഗ്രന്ഥത്തിൽ ഇങ്ങനെ പ്രസ്താവിച്ചിരിക്കുന്നു. അദ്വൈത ആചാര്യന് ചൈതന്യ ഭക്തന്മാരായ 3 പുത്രന്മാരുണ്ടായിരുന്നു. അച്യുതനെന്നും കൃഷ്ണമിശ്രൻ എന്നും ഗോപാലദാസൻ എന്നും പേരോടുള്ള ഈ 3 പുത്രന്മാരും അദ്വൈതന്റെ പത്നിയായ സീതാദേവിയിൽ ജനിച്ചവരായിരുന്നു. അദ്വൈതാചാര്യന് ബലരാമൻ, സ്വരൂപൻ, ജഗദീശൻ എന്നിങ്ങനെ വേറെയും 3 പുത്രന്മാരുണ്ടായിരുന്നു. അപ്രകാരം അദ്വൈതന് 6 പുത്രന്മാരുണ്ടായിരുന്നു. ഈ 6 പുത്രന്മാരിൽ 3 പേർ ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിന്റെ നിഷ്കർഷരായ അനുയായികളായിരുന്നു. ഈ 3 അച്യുതാനന്ദനായിരുന്നു ഏറ്റവും മുതിർന്നവൻ. ശകാബ്ദം 15-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ AD 15-ാം നൂറ്റാണ്ടിന്റെ അവസാനം അദ്വൈത പ്രഭു വിവാഹിതനായി. ഭഗവാൻ ചൈതന്യ മഹാപ്രഭു 1433-34 ശകവർഷങ്ങളിൽ AD 511-12കളിൽ ജഗന്നാഥപുരിയിൽ നിന്നും വൃന്ദാവനത്തിലേക്ക് പോകവേ രാമകേളി എന്ന ഗ്രാമം സന്ദർശിക്കുമ്പോൾ അച്യുതാനന്ദന് 5 വയസ്സ് മാത്രമായിരുന്നു പ്രായം. ചൈതന്യ ഭാഗവതം അന്ത്യഖണ്ഡത്തിലെ 4-ാം അധ്യായത്തിൽ അന്നത്തെ അച്യുതാനന്ദനെ പഞ്ചവർഷ വയസ്സ മധുരകൻ എന്ന് വിവരിച്ചിരിക്കുന്നു. അതുകൊണ്ട് അച്യുതാനന്ദൻ ജനിച്ചത് മിക്കവാറും 1428-ൽ AD 1506-ൽ ആയിരിക്കുമെന്ന് നിർണയിക്കാം. അച്യുതാനന്ദൻ ജനിക്കുന്നതിന് മുമ്പ് അദ്വൈത പ്രഭുവിന്റെ പത്നി സീതാദേവി ചൈതന്യ മഹാപ്രഭുവിനെ ദർശിക്കുവാൻ അവിടുത്തെ ജനന സമയത്ത് വന്നിരുന്നു. അതുകൊണ്ട് അവർക്ക് ശകാബ്ദം 1407-നും 1428-നും അതായത് AD 1486-1507 മധ്യേ 21 വർഷത്തിനുള്ളിൽ അദ്വൈതനിൽ നിന്നും മറ്റു 3 പുത്രന്മാർ കൂടി ജനിക്കാനുള്ള സാധ്യത ഇല്ലാതാകുന്നില്ല. ശകാബ്ദം 1792-ൽ AD 1870 നിത്യാനന്ദദായിനി എന്ന അനംഗീകൃത ബംഗാളി ദിനപത്രത്തിൽ സീതാദ്വൈത ചരിതം എന്ന ശീർഷകത്തിൽ പ്രസിദ്ധീകരിച്ച അനധികൃതമായ ഗ്രന്ഥത്തിൽ അച്യുതാനന്ദൻ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ ഒരു സഹപാഠി ആയിരുന്നു എന്ന് പരാമർശിച്ചിട്ടുണ്ട്. ചൈതന്യ ഭാഗവത പ്രകാരം ഈ പ്രസ്താവന ഒട്ടും വിലമതിക്കുന്നതല്ല. ശകാബ്ദം 1431-ൽ AD 1509-ൽ ചൈതന്യ മഹാപ്രഭു സന്യാസാശ്രമം സ്വീകരിച്ച ശേഷം ശാന്തിപുരത്തുള്ള അദ്വൈത പ്രഭുവിന്റെ ഗ്രഹം സന്ദർശിക്കുകയുണ്ടായി. ചൈതന്യ ഭാഗവതം അന്ത്യഖണ്ഡത്തിലെ 2-ാം അധ്യായത്തിൽ പറയുന്നതനുസരിച്ച് ആ സമയത്ത് അച്യുതാനന്ദന് 3 വയസ്സ് മാത്രമായിരുന്നു പ്രായം. നഗ്നനായിരുന്ന ആ കുട്ടി ഉടനെ ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിന്റെ പാതാരബന്ധങ്ങളിൽ നമസ്കരിച്ചുവെന്നും ചൈതന്യ ഭാഗവതത്തിൽ തുടർന്ന് വിവരിക്കുന്നു. കുട്ടിയുടെ ശരീരം മുഴുവൻ പൊടിയും അഴുക്കും പുരണ്ടിരുന്നെങ്കിലും ഭഗവാൻ തൽക്ഷണം അവനെ എടുത്ത് തന്റെ മടിയിൽ ഇരുത്തി. ചൈതന്യ ഭഗവാൻ അവനോട് ഇങ്ങനെ പറഞ്ഞു: എന്റെ പ്രിയപ്പെട്ട അച്യുത, അദ്വൈതാചാര്യൻ എന്റെ പിതാവാണ്. അപ്രകാരം നമ്മൾ സഹോദരങ്ങളാണ്. ശ്രീ ചൈതന്യ മഹാപ്രഭു നവദ്വീപിൽ മഹാപ്രകാശ ലീല ആടുന്നതിന് മുമ്പ് ശ്രീവാസ ഠാക്കൂറിന്റെ സഹോദരൻ രാമപണ്ഡിതനോട് ശാന്തിപുരത്ത് ചെന്ന് അദ്വൈതാചാര്യനെ കൂട്ടിക്കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. ആ സമയത്ത് അച്യുതാനന്ദനും തന്റെ പിതാവിനോടൊപ്പം ചേർന്നു. അദ്വൈതേര തനയ അച്യുതാനന്ദ നാമ പരമ ബാലക സേഹോ കാന്തേ അവിരാമ എന്ന് പറഞ്ഞിരിക്കുന്നു.
അച്യുതാനന്ദനം അതീന്ദ്രിയ ആനന്ദ്യാനുരോധനത്തിൽ പങ്കുചേർന്നു. ഭക്തിയോഗത്തിന്റെ തത്വങ്ങൾക്ക് വിരുദ്ധമായി അവ്യക്തിഗത വീക്ഷണത്തിലുള്ള ശ്രീമദ് ഭാഗവത വിശകലനം ശ്രവിച്ചതിന് അദ്വൈത ആചാര്യനെ ചൈതന്യ മഹാപ്രഭു പ്രഹരിച്ചപ്പോൾ അച്യുതാനന്ദനം സന്നിധരായിരുന്നു. അതിനാൽ ചൈതന്യ മഹാപ്രഭു സന്യാസം സ്വീകരിക്കുന്നതിന് 2-3 വർഷം മുമ്പ് മാത്രമായിരിക്കണം ഈ സംഭവങ്ങളെല്ലാം നടന്നത്. മുകളിൽ പ്രതിപാദിച്ചതുപോലെ അദ്വൈതാചാര്യന്റെ പുത്രൻ അച്യുതാനന്ദൻ ഭഗവാന് പ്രണാമങ്ങൾ അർപ്പിച്ചതായി ചൈതന്യ ഭാഗവതം അന്ത്യഖണ്ഡത്തിലെ പ്രഥമ അധ്യായത്തിൽ പ്രസ്താവിച്ചിട്ടുണ്ട്. അതിനാൽ അച്യുതാനന്ദൻ തന്റെ ജീവിതത്തിന്റെ പ്രാരംഭം മുതലേ ചൈതന്യ മഹാപ്രഭുവിന്റെ ഒരു മഹാഭക്തനായിരുന്നുവെന്ന് നിർണയിക്കാം. അച്യുതാനന്ദൻ വിവാഹം കഴിച്ചിരുന്നതായി വിവരങ്ങളൊന്നുമില്ല. പക്ഷേ അദ്ദേഹം അദ്വൈതാചാര്യ കുടുംബത്തിലെ ഏറ്റവും വലിയ ശാഖയായി വിവരിക്കപ്പെടുന്നു. അച്യുതാനന്ദൻ ഗദാധര പണ്ഡിതന്റെ ഒരു ശിഷ്യനായിരുന്നുവെന്നും അദ്ദേഹം ജഗന്നാഥപുരിയിൽ ചൈതന്യ ഭഗവാന്റെ ആശ്രയം സ്വീകരിച്ചെന്നും ശാഖാനിർണയാമൃതം എന്ന ഗ്രന്ഥത്തിൽ നിന്നും മനസ്സിലാക്കാനാവും. അദ്വൈതാചാര്യന്റെ പുത്രൻ അച്യുതാനന്ദൻ ചൈതന്യ ഭഗവാന്റെ ആശ്രയം സ്വീകരിച്ച് ജഗന്നാഥപുരിയിൽ ജീവിച്ചെന്ന ചൈതന്യ ചരിതാമൃതം ആദ്യ ലീലയിലെ 10-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഗദാധര പണ്ഡിതനും തന്റെ ജീവിതത്തിന്റെ അവസാന വർഷങ്ങളിൽ ചൈതന്യ ഭഗവാനോടൊപ്പം ജഗന്നാഥപുരിയിൽ ജീവിക്കുകയുണ്ടായി. അതിനാൽ അച്യുതാനന്ദൻ ഗദാധര പണ്ഡിതന്റെ ശിഷ്യനായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രഥോത്സവ വേളയിൽ രഥത്തിന്റെ മുന്നിലെ ചൈതന്യ മഹാപ്രഭുവിന്റെ നൃത്തത്തെക്കുറിച്ചുള്ള വിവരണത്തിൽ അച്യുതാനന്ദന്റെ പേര് പലതവണ കാണാമായിരുന്നു. ശാന്തിപുരത്ത് നിന്നുള്ള അദ്വൈതാചാര്യന്റെ സംഘത്തിൽ അച്യുതാനന്ദൻ നൃത്തം ചെയ്യുകയും മറ്റുള്ളവർ കീർത്തനം ആലപിക്കുകയുമായിരുന്നു അത്രേ. ആ സമയത്ത് കുട്ടിക്ക് 6 വയസ്സ് മാത്രമായിരുന്നു പ്രായം. അച്യുതാനന്ദൻ ഗദാധര പണ്ഡിതന്റെ ശിഷ്യനും ചൈതന്യ മഹാപ്രഭുവിന് അത്യന്തം പ്രിയപ്പെട്ട മഹാഭക്തനും ആയിരുന്നുവെന്ന് കവികർണപുരൻ രചിച്ച ഗൗരഗണേശോഷ ദീപികയുടെ 87-ാം ശ്ലോകത്തിൽ പറയുന്നു. അദ്ദേഹം പരമശിവന്റെ പുത്രൻ കാർത്തികേയന്റെ ഒരു അവതാരമായിരുന്നു എന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. മറ്റു ചിലരുടെ അഭിപ്രായത്തിൽ അദ്ദേഹം മുമ്പ് അച്യുത എന്ന നാമമുള്ള ഗോപികയായിരുന്നു. ഈ 2 അഭിപ്രായങ്ങളെയും ഗണോദ്ദേശോദ്ദീപിക പിന്തുണയ്ക്കുന്നു. ശ്രീ നരഹരി ദാസൻ രചിച്ച നരോത്തമ വിലാസം എന്ന മറ്റൊരു ഗ്രന്ഥത്തിൽ കേദാരിയിലെ ഉത്സവവേളയിൽ അച്യുതാനന്ദന്റെ സാന്നിധ്യത്തെക്കുറിച്ച് പ്രസ്താവിച്ചിട്ടുണ്ട്. ശ്രീ നരഹരിദാസന്റെ അഭിപ്രായമനുസരിച്ച് അച്യുതാനന്ദൻ തന്റെ ജീവിതത്തിന്റെ അവസാന നാളുകളിൽ ശാന്തിപുരത്തെ വസതിയിലാണ് പാർത്തിരുന്നത്. പക്ഷേ ചൈതന്യ മഹാപ്രഭുവിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം ജഗന്നാഥപുരിയിൽ ഗദാധര പണ്ഡിതനൊപ്പം ജീവിച്ചു. ഹരേ കൃഷ്ണ. തുടർന്ന് വായിക്കണോ? ഹരേ കൃഷ്ണ. എല്ലാം മനസ്സിലായോ? എന്നാ തുടർന്ന് വായിക്കാം. ഇല്ല. അല്ല, ശ്രദ്ധിച്ച് നമ്മൾ കേട്ടിരുന്നാല് ഈ പറയുന്ന കാര്യങ്ങളേ ഉള്ളൂ, അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല. അവിടെ ഒരു ഇതെന്താ പ്രഭു, മറ്റേ ശ്രീമദ് ഭാഗവത വിശകലനം ശ്രമിച്ചതിന് പ്രഹരിച്ചു എന്ന് പറയുന്നു. അത് അങ്ങനൊരു ലീല ഉണ്ടായി. അത് കേട്ടിട്ടുണ്ട്, പക്ഷെ അതിന്റെ ഡീറ്റെയിൽ എനിക്ക് അറിയില്ല. ജസ്റ്റ് ഇതുപോലെ തന്നെ പറഞ്ഞിട്ട്. അല്ല, ആ ലീലയുടെ ചുരുക്കം എന്ന് വെച്ചാല് അദ്വൈതാചാര്യർക്ക് എപ്പോഴും ഒരു ചോദ്യം ഉണ്ടായിരുന്നു. ഞാനാണല്ലോ പ്രാർത്ഥിച്ച് ഭഗവാനെ, ശ്രീകൃഷ്ണ ഭഗവാനെ വീണ്ടും അവതരിക്കാൻ പ്രേരിപ്പിച്ചത്. നമ്മളത് വായിച്ചിരുന്നു അല്ലെ? അദ്വൈതാചാര്യരുടെയും ഹരിദാസ് ഠാക്കൂറിന്റെയും പ്രാർത്ഥനകൾ കൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു അല്ലെ ശ്രീകൃഷ്ണ ഭഗവാൻ വീണ്ടും ഭൂമിയിൽ അവതരിക്കാനും അതുപോലെ ചൈതന്യ മഹാപ്രഭുവായിട്ട് വന്ന് കലിയുഗത്തിലെ ജനങ്ങളെ ഉദ്ധരിക്കാൻ സങ്കീർത്തന പ്രസ്ഥാനം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പൊ അതും പ്രത്യേകിച്ച് രാധാകൃഷ്ണ എന്താ പറയാ, ആ പ്രേമഭാവത്തിന് മാത്രമേ കലിയുഗത്തിന്റെ കെടുതികൾ അല്ലെങ്കിൽ കലിയുഗത്തിലെ പതിതന്മാരായിട്ടുള്ള ജനങ്ങളുടെ അവബോധത്തെ ആകർഷിക്കാൻ തക്ക ശക്തിമത്തായത് അത് മാത്രമേ ഉള്ളൂ അല്ലെ? ഈവൻ വിഷ്ണുവിന്റെ ലീലകൾക്കോ അല്ലെങ്കിൽ വൈകുണ്ഠത്തിലെ ലീലകൾക്കോ പോലും അത്രയൊരു ആകർഷണീയതയില്ല.
ആൾക്കാർ അതിനെ ശ്രദ്ധ കൊടുക്കില്ല. അതുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ സ്വയം വന്ന് കലിയുഗത്തിലെ ജനങ്ങളെ ഉദ്ധരിക്കണം എന്ന് പ്രത്യേകം അദ്വൈതാചാര്യർ പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, ഗംഗയുടെ തീരത്തിരുന്ന് സാലഗ്രാമശില, ഗംഗാജലം ഗംഗാജലവും തുളസിയും ഉപയോഗിച്ച് സാലഗ്രാമത്തെ പൂജിച്ചിട്ടാണ് ഉറക്കെ ഉറക്കെ വിളിക്കുന്നത്, അല്ലേ? അപ്പൊ അങ്ങനെ ചൈതന്യ മഹാപ്രഭു അവതരിക്കുന്നു. അപ്പൊ ആദ്യം മുതൽക്കേ അദ്വൈതാചാര്യർക്ക് ഒരു കൺഫർമേഷൻ വേണം, ഉറപ്പ് വേണം. ഞാൻ പ്രാർത്ഥിച്ച് അപേക്ഷിച്ച് അതനുസരിച്ച് വന്ന ശ്രീകൃഷ്ണ ഭഗവാൻ ഇത് തന്നെയാണോ എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് അദ്വൈതാചാര്യർ ഒരു കൺഫർമേഷനൊക്കെ ആഗ്രഹിക്കും. അതിനുവേണ്ടി ചില പരീക്ഷണങ്ങളൊക്കെ നടത്തും. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പ്രാവശ്യം ഇവിടെ ആദ്യം പറയുന്ന മഹാപ്രകാശ ലീല. അദ്വൈതാചാര്യർ എന്ത് ചെയ്യും? ചൈതന്യ മഹാപ്രഭു ഇങ്ങനെ മഹാപ്രകാശ ലീല ചെയ്യാൻ പോകുന്നു, ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭാവത്തിലാണ് ചൈതന്യ മഹാപ്രഭു വരാൻ പോകുന്നതെന്നൊക്കെ കേട്ടപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് ഒരു സൂചന ലഭിച്ച സമയത്ത് അദ്വൈതാചാര്യ വിചാരിക്കും, ശരി, അങ്ങനെയാണെങ്കിൽ എല്ലാവരുടെയും ഹൃദയത്തിലിരിക്കുന്ന കൃഷ്ണനാണെങ്കിൽ, പരമാത്മാവാണെങ്കിൽ ഞാൻ ഒളിച്ചിരിക്കാം. എന്നെ കൃഷ്ണനാണെങ്കിൽ ഞാൻ എവിടെയുണ്ടെന്ന് മനസ്സിലാക്കി എന്നെ തേടി കണ്ടുപിടിക്കാൻ ശ്രീകൃഷ്ണ ഭഗവാന് സാധിക്കണമല്ലോ, അല്ലേ? കാര്യം അദ്വൈതാചാര്യ തന്നെ വിഷ്ണുവാണ്, മഹാവിഷ്ണുവാണ്. അപ്പോ അദ്ദേഹം ഒളിഞ്ഞിരുന്നു കഴിഞ്ഞാൽ വിഷ്ണുവിനെ കാട്ടിലും എന്താ പറയാ, സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിത്വത്തിന് വിഷ്ണുവിനെ കണ്ടുപിടിക്കാൻ സാധിക്കുള്ളൂ, അല്ലേ? മറ്റ് ദേവതമാർക്കോ അല്ലെങ്കിൽ മറ്റ് ഈ ലോകത്തോട് ചേർന്നിരിക്കുന്ന വ്യക്തികൾക്കോ ഒരിക്കലും വിഷ്ണുവിനെ തേടി കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അപ്പൊ അങ്ങനെ അദ്വൈതാചാര്യര് ഇവിടെ എന്താണ് സ്ഥലം, നമ്മുടെ ശാന്തിപൂർ. അദ്ദേഹത്തിന് 2 വീടുണ്ടായിരുന്നു. ഒന്ന് ഒറിജിനൽ വീട് ശാന്തിപൂർ ആയിരുന്നു. പിന്നെ ചൈതന്യ മഹാപ്രഭു അവതരിച്ച ശേഷം മഹാപ്രഭുവിന്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് അദ്വൈത ഭവൻ എന്ന് പറഞ്ഞിട്ട് യോഗപീഠിന് അടുത്തൊരു വീട് നമ്മൾ കണ്ടിട്ടുണ്ടാവും, ചെറിയൊരു സ്ഥലം. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തു? ആ അദ്വൈത ഭവൻ വിട്ടിട്ട് ഈ ശാന്തിപൂരിൽ പോയി താമസമാക്കും, ഒളിച്ചു താമസിക്കും. സോ ആ സമയത്ത് മഹാപ്രഭുവിന് കാര്യം മനസ്സിലാവും. മഹാപ്രഭു എന്ത് ചെയ്യും? ശ്രീവാസ് ഠാക്കൂറിന്റെ വീട്ടിലാണ്, ശ്രീവാസ് അങ്കണത്തിലാണ് ഈ മഹാപ്രകാശ ലീല നടക്കുന്നത്. നമ്മളെല്ലാവരും പോയിട്ടുണ്ടാവില്ലേ ശ്രീവാസ് അങ്കൺ? അവിടെയാണ് മറ്റേ മൃദംഗം ഉടച്ച സ്ഥലം, ഖോൽ ഭംഗ ഡാങ്ക എന്ന് പറയും, റൈറ്റ്? എല്ലാരും പോയിട്ടില്ലേ അവിടെ? യോഗപീഠിന് പോയിട്ടുണ്ട്. സോ അവിടെ വെച്ചിട്ടാണ് ഈ മഹാപ്രകാശ ലീല, സാത്തപ്രഹരീയ ലീല എന്ന് നമ്മൾ വായിച്ചു. അതായത് 7 പ്രഹരം എന്ന് വെച്ചാൽ, ഒരു പ്രഹര എന്ന് വെച്ചാൽ 3 മണിക്കൂറാണ്. അപ്പോൾ 21 മണിക്കൂറോളം ചൈതന്യ മഹാപ്രഭു ഒരു ശ്രീകൃഷ്ണ ഭാവത്തില് ദർശനം കൊടുക്കും. എല്ലാ ഭക്തന്മാരെയും വാരിക്കോരി അനുഗ്രഹിക്കും. അപ്പൊ ആ സമയത്താണ് അദ്വൈതാചാര്യൻ എവിടെ എന്ന് പറഞ്ഞൊരു ചോദ്യം എല്ലാവർക്കും വരുന്ന സമയത്ത് ശ്രീവാസ് ഠാക്കൂറിന്റെ സഹോദരൻ ശ്രീരാമ പണ്ഡിതനുണ്ട്. ശ്രീരാമ പണ്ഡിതനോട് മഹാപ്രഭു, ആ ഭാവത്തിലിരിക്കുന്ന മഹാപ്രഭു വിളിച്ചു പറയും, അവിടെ പോയി പറയൂ, നമ്മുടെ നാര, അദ്വൈതാചാര്യർക്ക് മറ്റൊരു പേരാണ് നാര, അല്ലേ? നേരത്തെ നമ്മളത് വായിച്ചിട്ടുണ്ടായിരുന്നു. നാരായണന്റെ ഒരു ഷോർട്ട് ഫോം, നാര എന്നൊരു ഓമന പേരിൽ വിളിക്കുന്നു. അപ്പോൾ നാര എവിടെ എന്ന് ചോദിക്കും. എന്നിട്ട് പറയും, എനിക്കറിയാം എവിടെയുണ്ട്, എനിക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമോ എന്നൊരു എനിക്കൊരു വെല്ലുവിളി വെച്ചുകൊണ്ട് അദ്ദേഹം ഇപ്പോ ശാന്തിപൂരിൽ വീട്ടിനകത്ത് ഒളിച്ചിരിക്കുകയാണ്. ഞാൻ വരാൻ പറഞ്ഞു എന്ന് പോയി എന്നൊരു സന്ദേശത്തോടെ ശ്രീരാമ പണ്ഡിത പോയി വിളിച്ചുകൊണ്ട് വരൂ എന്ന് പറയും. അപ്പൊ ഉടനെ ശ്രീരാമ പണ്ഡിതൻ അത്രയും ദൂരം പോയി, എവിടെ പോയി? അദ്വൈതാചാര്യരുടെ ശാന്തിപൂരിലെ വീട്ടിൽ പോയി വാതിൽക്കൽ മുട്ടി ചോദിക്കും, എന്താണ്, ആരാണ്, എന്താണ് എന്ന് പറഞ്ഞു. ശരി, ഒളിച്ചിരുന്നാക്ക് മതി, അവിടെ നിമായി പണ്ഡിറ്റ് വിളിക്കുന്നുണ്ട്, ഇപ്പോ മഹാപ്രകാശ ലീല നടന്നുകൊണ്ടിരിക്കുകയാണ്, എത്രയും പെട്ടെന്ന് വരിക എന്ന് പറയും. അപ്പോൾ അദ്വൈതാചാര്യർക്ക് വളരെ സന്തോഷമാവും. ശരി, ഞാൻ വിചാരിച്ച അതേ ശ്രീകൃഷ്ണൻ തന്നെയാണ് വന്നിരിക്കുന്നത്, ഇപ്പൊ ഒരു ഉറപ്പും കൂടിയായി, ഒരു കൺഫർമേഷനും കൂടിയായി എന്ന് വിചാരിക്കും. വീണ്ടും കുറച്ചു കാലം കഴിഞ്ഞിട്ട്, അപ്പോൾ ഇതൊരു സൈഡ്, അപ്പൊ അത് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണെന്നുള്ളത് അദ്ദേഹത്തിന് 100% അദ്വൈതാചാര്യർക്ക് ഉറപ്പായി. പക്ഷെ അങ്ങനെ വന്ന സമയത്ത് മറ്റൊരു സംഭവം ഉണ്ടായി. അതായത് ശ്രീകൃഷ്ണ ഭഗവാൻ അല്ലേ, എന്നെക്കാട്ടിലും
ഉപരിയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ അല്ലേ? എല്ലാ അവതാരങ്ങളുടെയും സ്രോതസ് കൃഷ്ണനാണ്. കൃഷ്ണന്റെ അംശമാണ്, സ്വാംശമാണ് വിഷ്ണു തത്വങ്ങൾ. അങ്ങനെ ഇരിക്കുമ്പോൾ ഭഗവാന് ചൈതന്യ മഹാപ്രഭുവിന് വയസ്സുകൊണ്ട് അദ്വൈതാചാര്യരാണ് മൂത്തത് എങ്കിൽ പോലും ചൈതന്യ മഹാപ്രഭുവിന് എന്താണ് ബഹുമാനം കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ശ്രീകൃഷ്ണനാണെന്നുള്ള ഒരു ഭാവത്തോടെ എപ്പോഴും അദ്വൈതാചാര്യർ അതിനുശേഷം കണ്ടു കഴിഞ്ഞാൽ ചൈതന്യ മഹാപ്രഭുവിനെ കണ്ടാൽ നമസ്കരിക്കും. അങ്ങനെ അല്ല സോറി അങ്ങനെ അദ്ദേഹം ചെയ്യാൻ ആഗ്രഹിക്കും. അദ്വൈതാചാര്യർ നമസ്കരിക്കാൻ ആഗ്രഹിക്കും. അങ്ങനെയൊക്കെയാണ്. പക്ഷെ ചൈതന്യ മഹാപ്രഭു എന്ത് ചെയ്യും? അദ്വൈതാചാര്യരെ ഇവിടെ പറയുന്നത് പോലെ എൻ്റെ പ്രിയപ്പെട്ട അച്യുത, അദ്വൈതാചാര്യൻ എൻ്റെ പിതാവാണ്, അപ്രകാരം നമ്മൾ സഹോദരങ്ങളാണ്. കാര്യം അദ്വൈതാചാര്യർക്ക് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, ഏകദേശം 50 വയസ്സുള്ള സമയത്താണ് ചൈതന്യ മഹാപ്രഭു അവതരിക്കുന്നത്. അപ്പോൾ നല്ല പ്രായമുണ്ട് അദ്വൈതാചാര്യർക്ക് ചൈതന്യ മഹാപ്രഭുവിനെ അപേക്ഷിച്ച്. അപ്പൊ അതുകൊണ്ട് ഒരു അച്ഛന്റെ, പിതാവിന്റെ അല്ലെങ്കിൽ ഒരു വല്യച്ഛന്റെ ഒക്കെ സ്ഥാനമാണ് ചൈതന്യ മഹാപ്രഭു അദ്വൈതാചാര്യർക്ക് കൊടുക്കുന്നത്. കാണുമ്പോഴൊക്കെ നമസ്കരിക്കും, അദ്ദേഹത്തിന്റെ പാദം തൊട്ട് തലയിൽ വെക്കും. അപ്പൊ ഇത് അദ്വൈതാചാര്യർക്ക് സഹിച്ചില്ല. പ്രത്യേകിച്ച് ഇത് ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണെന്ന് 100% അദ്ദേഹത്തിന് ഉറപ്പായ ശേഷം അദ്വൈതാചാര്യർക്ക് സഹിച്ചില്ല ചൈതന്യ മഹാപ്രഭു ബഹുമാനം നൽകുന്നത്. അതുകൊണ്ട് അദ്ദേഹം മനസ്സുകൊണ്ട് തീരുമാനിച്ചു, എങ്ങനെയെങ്കിലും മഹാപ്രഭുവിനെ ഒന്ന് കോപിപ്പിക്കണം, ദേഷ്യപ്പെടുത്തണം, എന്നിട്ട് മഹാപ്രഭു എന്നൊന്ന് വഴക്ക് പറയണം. അങ്ങനെയാണെങ്കിലേ എനിക്ക് എൻ്റെ സ്ഥാനത്ത് നിൽക്കാൻ സാധിക്കുള്ളൂ, മഹാപ്രഭു ആണ് സുപ്രീം എന്നുള്ളത് ലോകത്തിനും കാഴ്ചവെക്കണം എന്ന് ഇങ്ങനൊരു എന്താ പറയാ, ഒരു ആത്മീയമായൊരു ഗൂഢാലോചന. ഇങ്ങനെ ഒരു ശകാരം കിട്ടണം, ഒരു ശകാരം ചൈതന്യ മഹാപ്രഭു. ഇത്രയും പ്രായം കുറവാണ്, പക്ഷെ എന്നാലും കൃഷ്ണൻ, ചൈതന്യ മഹാപ്രഭുവാണ് കൃഷ്ണൻ, ഞാൻ കൃഷ്ണന്റെ ഒരു അംശമാണ്, അതുകൊണ്ട് ശകാരം എനിക്കാണ് കിട്ടേണ്ടത് എന്ന് പറഞ്ഞിട്ട് ചൈതന്യ മഹാപ്രഭുവിനെ എങ്ങനെയെങ്കിലും ദേഷ്യപ്പെടുത്താൻ വേണ്ടി, എന്താണ് ആ ഗ്രന്ഥത്തിന്റെ പേര്, ഈ ഭാഗവതത്തിനെ, ശ്രീമദ് ഭാഗവതത്തിനെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന ഒരു ബുക്കുണ്ട്, അതിന്റെ പേര് പെട്ടെന്ന് മറന്നുപോയി. റോങ് ഇന്റർപ്രിട്ടേഷൻ ആണ് അത്. ഈശ്വരന് രൂപമില്ല എന്നുള്ള രീതിയിൽ ഭാഗവതത്തിനെ ദുർവ്യാഖ്യാനിക്കുന്ന ഒരു ഏതോ ഒരു സ്വാമിയുടെ ഒരു ഗ്രന്ഥം, അതിന്റെ പേര് മറന്നുപോയി, യോഗവാസിഷ്ഠം, അങ്ങനെ എന്തോ ആണ് അതിന്റെ പേര്, യോഗവാസിഷ്ഠം. സോ അങ്ങനെ ഒരു ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ ശ്രീമദ് ഭാഗവത വിശകലനം തെറ്റായിട്ട് മനഃപൂർവ്വമാണ് അദ്വൈതാചാര്യര് എന്താണ് ഒരു സീൻ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഇത് പോയി കേൾക്കും, എല്ലാ മായാവാദം ഇതൊക്കെ കേൾക്കും, തലയാട്ടി അതിനെ ആസ്വദിച്ച് ഇരുന്ന് ആ മായാവാദം അദ്വൈതാചാര്യർ കേൾക്കുകയാണ്. ഈ ഒരു രംഗം ചില ഭക്തന്മാർ കാണാനിടയായി. ഈ പറയുന്ന നോൺ ഡിവോട്ടീസിന്റെ ഗ്രൂപ്പിനകത്ത് ഒരു ഭക്തന്മാര് പോകുന്നു, റൈറ്റ്? ചിലപ്പോഴൊക്കെ ഡിവോട്ടീസ് ഒക്കെ ഒരു കഥയുണ്ട്, ഇത് പറഞ്ഞപ്പോഴാണ്, ആരംഭഘട്ടത്തിൽ, ഇസ്കോണിന്റെ ആരംഭഘട്ടത്തില് ആ സമയത്ത് പുതിയ ഭക്തന്മാരാണ്. പ്രഭുപാദിനെ കണ്ടിട്ട് 2 വർഷം ഏകദേശം ആയിട്ടുള്ളൂ. ന്യൂയോർക്കിലാണ് സംഭവം. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് പഴയ ശീലങ്ങളൊക്കെ മാറി വരാൻ സമയമെടുക്കുമല്ലോ അല്ലെ? അപ്പൊ ചിലപ്പോഴൊക്കെ അത്യാവശ്യം ഭക്തന്മാര് ജപിച്ചു തുടങ്ങി, ചിലവരൊക്കെ ചിലപ്പോൾ ദീക്ഷ എടുത്ത് കഴിഞ്ഞാലും ചിലപ്പോഴൊക്കെ ഈ പുകവലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പയ്യാണിത് മാറിയത്. ഒരു സുപ്രഭാതത്തിൽ ഇതൊന്നും മാറില്ലല്ലോ അല്ലെ? ആരംഭഘട്ടമാണ് ഇസ്കോണിന്റെ. സോ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് ചില ഭക്തന്മാര് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് മറ്റു ഭക്തന്മാർ പോയി കണ്ട് പ്രഭുപാദിന്റെ അടുത്ത് പോയി റിപ്പോർട്ട് ചെയ്യും. ആഹാ, ഞാൻ കാണിച്ചേരെ, കുട്ടികളൊക്കെ പറയുന്നത് പോലെ ആ രീതിയിൽ ചിലപ്പോൾ പോയി റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഒരു പ്രാവശ്യം പ്രഭുപാദ് മോർണിംഗ് വാക്കിന് പോവായിരുന്നു ന്യൂയോർക്ക് നഗരത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ ഈ ഡോനട്ട്സിന്റെ കടയുണ്ട്. ഡോനട്ട് എന്ന് പറഞ്ഞാൽ അറിയാമോ? അതൊരു നട്ടല്ല, അതിനെ മറ്റേ ഓട്ടയൊക്കെയുള്ള അത് തന്നെ, ഉഴുന്നുവട മാതിരി ഇരിക്കും, പക്ഷെ ഒരു ചോക്ലേറ്റ് ഒക്കെ പുരട്ടി വെച്ചിട്ടുണ്ടാവും. അത് തന്നെ, ചോക്ലേറ്റ് ഒക്കെ പുരട്ടി, അതൊരു അകത്തൊരു ഓട്ടയാണ്. അതിന്റെ ഏറ്റവും പ്രധാന ആകർഷണീയത അതാണ് സ്വീറ്റ് ആണ് അല്ലേ?
അറിയില്ല, ഡിവോട്ടീസ് ഡോണറ്റ്സ് ഉണ്ടാക്കാറുണ്ടോ? ഉഴുന്നോടെ ഉണ്ടാക്കും. എവിടെ പ്രഭു? ഉഴുന്നോടെ തൈര് ഉണ്ടാക്കും. അത് തൈര് മലയാളി ഭക്തന്മാരുടെ അതൊരു മലയാളവൽക്കരിച്ച ഡോണറ്റ്സ് ആണത്, ഈ ഉഴുന്നോട്. പക്ഷെ ഒറിജിനൽ ഡോണറ്റ്സ് ചിലപ്പോൾ അമേരിക്കയിലൊക്കെ ഉണ്ടാക്കുമായിരിക്കും ഡിവോട്ടീസ്. സോ പക്ഷെ ഇത് ഡിവോട്ടീസിന്റെ അല്ല, ഇതൊരു എന്താണ്, ഒരു കർമ്മികളുടെ ഒരു ഡോണറ്റ് ഷോപ്പ് ഉണ്ടായിരുന്നു. അമേരിക്കയിലൊക്കെ ഉണ്ടാക്കും ബ്രോ. അമേരിക്കയിലൊക്കെ ഉണ്ടാക്കും അല്ലേ? അപ്പോൾ ഉണ്ടാക്കുന്നുണ്ട് ഒറിജിനലായിട്ട്. അതെ അതെ. അപ്പോൾ ഈ ഡോണറ്റ്സിന്റെ കടയില് പ്രഭുപാദ് ഇങ്ങനെ നടന്നു പോവാണ്, കൂടെ കുറച്ച് ശിഷ്യന്മാരുണ്ട്. പ്രഭുപാദിന്റെ ഈ കടയുടെ ചില്ല് വാതിലാണ്. അപ്പൊ അതിനകത്തൂടെ നോക്കിയപ്പോൾ കുറെ ആൾക്കാർ അതിനകത്ത് നിൽക്കുന്നു. അതിൽ ചില ആൾക്കാരുടെ നെറ്റിയിൽ തിലകവും കഴുത്തിൽ കണ്ടിമാലയൊക്കെ ഉണ്ട്. അപ്പൊ പ്രഭുപാദ് ഇങ്ങനെ നോക്കി, ആ ഒരു വടിയും വെച്ചിട്ട് വാക്കിംഗ് സ്റ്റിക്കും വെച്ച് ഇങ്ങനെ പോകണം. ഇങ്ങനെ നോക്കിയ സമയത്ത് അതിനകത്ത് കണ്ടപ്പോൾ മനസ്സിലായി ഡിവോട്ടീസ് ആണെന്ന് മനസ്സിലായി. അപ്പോ പ്രഭുപാദ് ചോദിച്ചു, നമ്മുടെ ഡിവോട്ടീസ് അല്ലേ, നമ്മുടെ ആൾക്കാരല്ലേ അതിനകത്ത് ഇരിക്കുന്നേ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, യെസ് പ്രഭുപാദ്, അടുത്തുള്ളവർ പറഞ്ഞു. അപ്പൊ പ്രഭുപാദ് ചോദിച്ചു, വാട്ട് ഈസ് ദിസ് ഷോപ്പ്? ഈ വടിയെടുത്ത് കാണിച്ചിട്ട് ആ കടയുടെ എന്താണ്, കടയിലേക്ക്, ആ ദിശയിലേക്ക് നീട്ടിയിട്ട് ചോദിച്ചു, ഇത് എന്ത് കടയാണ്, വാട്ട് ഈസ് ദിസ് ഷോപ്പ്? അപ്പോൾ ഡിവോട്ടീസ് പറഞ്ഞു, ശില പ്രഭുപാദ്, ദാറ്റ് ഈസ് എ ഡോനട്ട് ഷോപ്പ് എന്ന് പറഞ്ഞു. അപ്പൊ പ്രഭുപാദ് പറഞ്ഞു, നോ, ഇറ്റ് ഈസ് എ ഡു നോട്ട് ഷോപ്പ് എന്ന് പറഞ്ഞു. പ്രഭുപാദിന്റെ ഒരു നർമ്മബോധത്തോടെ പറഞ്ഞു, ഡു നോട്ട് ഷോപ്പ്. ശില പ്രഭുപാദ് കി ജയ. സോ എന്തായാലും അതുപോലെ ചിലപ്പോഴൊക്കെ എന്താ പറയാ, അതേപോലെ ഭക്തന്മാര് അദ്വൈതാചാര്യർ ഇവിടെ പോയി ഇരിക്കുന്നു എന്ന് കണ്ടു. അതായത് പോകാൻ പാടില്ലാത്ത മായാവാദികളുടെ അടുത്തുനിന്ന് കേൾക്കാൻ പാടില്ല നമ്മള്, പക്ഷെ ആ സ്ഥലത്ത് പോയി അദ്വൈതാചാര്യർ ഇരിക്കുന്നു, അത് ആസ്വദിക്കുകയും ചെയ്യുന്നതായിട്ട് ഭാവിക്കുന്നുണ്ട്. അപ്പൊ അത് ഭക്തന്മാർ കണ്ടപ്പോ നേരെ വന്നിട്ട് ചൈതന്യ മഹാപ്രഭു അടുത്ത്, നിമായി പണ്ഡിറ്റിന്റെ അടുത്ത് വന്ന് പറയും. അത് കേട്ട സമയത്ത് നിമായി പണ്ഡിറ്റിന് എന്താണ്, അത് താങ്ങാൻ പറ്റില്ല, അത്രയും ദേഷ്യത്തോടെ, വരട്ടെ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ അദ്വൈതാചാര്യർക്ക് മനസ്സിലായി, ഓക്കെ, ചൈതന്യ മഹാപ്രഭു അത്യാവശ്യം ചൂടായിട്ടുണ്ട്, ദേഷ്യപ്പെട്ടിട്ടുണ്ടെന്ന് കണ്ടപ്പോൾ അദ്വൈതാചാര്യർക്ക് ഭയങ്കര സന്തോഷം. എന്നിട്ട് പിന്നെ അടുത്ത പ്രാവശ്യം ഇങ്ങനെ ചൈതന്യ മഹാപ്രഭുവിന്റെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് പടി കയറിയില്ല, അതിനു മുമ്പ് നിമായി പുറത്ത് വന്നിട്ട് അദ്ദേഹത്തിനെ പിടിച്ച് വലിച്ച് അടിച്ച് അതുപോലെ ഒരു ഗുസ്തി തന്നെ അവിടെ ചെയ്തു. അപ്പോ ആ സമയത്ത് ശചിമാത നോക്കിയിരിക്കണം, എന്ത് പറ്റി ഇത്രയും ബഹുമാനത്തോടെ നമ്മൾ ആദരിക്കുന്ന മുതിർന്ന ഒരു വ്യക്തിത്വം അദ്വൈതാചാര്യനെ എന്തിനാണ് ഇങ്ങനെ പ്രഹരിക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും നിർത്താതെ ഭയങ്കര, അതും അദ്വൈതാചാര്യര് പ്രായം ചെന്നിട്ടുണ്ട്, നിമായി പണ്ഡിതൻ യുവാവാണ്. അപ്പോ എല്ലാം കൊണ്ടും ഇങ്ങനെ ആർക്കും ഒന്നും മനസ്സിലായില്ല. പിന്നെ ലാസ്റ്റ് അറിയുന്ന ഭക്തന്മാര് പറഞ്ഞു, ആ മായാവാദം കേട്ടത് കൊണ്ടാണ് കിട്ടുന്നത്, കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് ചില ഭക്തന്മാര്. അദ്വൈതാചാര്യർ ഭയങ്കര ഹാപ്പി, റൈറ്റ്, ഇപ്പോഴെങ്കിലും താങ്കൾ സമ്മതിച്ചല്ലോ, താങ്കളാണ് ഭഗവാൻ, ഞാൻ ദാസനാണെന്ന് സമ്മതിച്ചല്ലോ എന്ന് പറഞ്ഞ അദ്വൈതാചാര്യർ ഭയങ്കര ഹാപ്പി. അതാണ് ഈ ലീല. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. ഹരേ കൃഷ്ണ പ്രഭു, താങ്ക് യു. പിന്നെ ഇവിടെ പറയുന്നു, അച്യുതാനന്ദൻ അല്ലേ, അദ്ദേഹത്തിന് 3 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് ചൈതന്യ മഹാപ്രഭു സന്യാസം എടുത്ത് ഇവിടെ വരുന്നത്, ശാന്തിപൂരിലേക്ക് വരുന്നത്. പിന്നെ പല ലീലകളുടെ സമയത്ത്, ഈ മഹാപ്രകാശ ലീലയുടെ സമയത്തും അച്യുതാനന്ദൻ ഒരു കൊച്ചുകുട്ടിയായിട്ട്, 3-ലും കുറവായിരിക്കും ആ സമയത്ത് പ്രായം. മഹാപ്രകാശ ലീലയൊക്കെ മഹാപ്രഭുവിന്റെ സന്യാസത്തിന് മുൻപാണ് സംഭവിക്കുന്നത് അല്ലേ? സോ അതുകൊണ്ടാണ് പ്രഭുപാദ് ഇവിടെ പറയുന്നത്, അതിനാൽ ചൈതന്യ മഹാപ്രഭു സന്യാസം സ്വീകരിക്കുന്നതിന് 2-3 വർഷം മുമ്പ് മാത്രമായിരിക്കണം ഈ സംഭവങ്ങളെല്ലാം നടന്നത്. കാര്യം ആ 3 വയസ്സിലാണല്ലോ അച്യുതാനന്ദൻ മഹാപ്രഭുവിന്റെ സന്യാസ ലീല കാണുന്നത്. സോ ആ ലീലയിലുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷമുള്ള ലീലകളിലും ചൈതന്യ മഹാപ്രഭുവിനെ ജഗന്നാഥ് പുരിയിൽ വെച്ച് കാണുന്ന സമയത്തും, പിന്നെ ബംഗാളിൽ നിന്ന് ഓരോ വർഷവും ഭക്തന്മാര് രഥയാത്രയിലേക്ക് വരുമല്ലോ, ശിവാനന്ദ സേനന്റെ കൂടെ ചൈതന്യ മഹാപ്രഭുവിനെ
ദർശിക്കാനും രഥയാത്രയിൽ പങ്കെടുക്കാനും ഓരോ വർഷവും വരുമായിരുന്നു. അപ്പൊ ആ വരുന്ന ഗ്രൂപ്പ്സിലും അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. പിന്നെ അതിനുശേഷം ജഗന്നാഥ് പുരിയിൽ കുറെ കാലം താമസിച്ചു എന്ന് പറയുന്നു. അവിടെ ഗദാധർ പണ്ഡിറ്റ് ഉണ്ടായിരുന്നു. ഗദാധർ പണ്ഡിതന്റെ ശിഷ്യനായി എന്നും ഇവിടെ അടുത്ത പേജിൽ 346 പറയുന്നുണ്ട് അല്ലെ. അതിനാൽ അച്യുതാനന്ദൻ ഗദാധര പണ്ഡിതന്റെ ശിഷ്യനായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പ്രഭുപാദ് പറയുന്നു. പിന്നെ രഥോത്സവ വേളയിൽ രഥത്തിനു മുന്നിലെ ചൈതന്യ മഹാപ്രഭുവിന്റെ നൃത്തത്തെക്കുറിച്ചുള്ള വിവരണത്തിൽ അച്യുതാനന്ദന്റെ പേര് പലതവണ കാണാമായിരുന്നു. അപ്പൊ അവിടെയൊക്കെ അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ പറയുന്നത് കാർത്തികേയന്റെ അവതാരമാണെന്ന് പറയുന്നു. അതുകൂടാതെ അച്യുത എന്ന നാമമുള്ള ഗോപികയായിരുന്നു എന്ന് പറയുന്നു. അച്യുത ഗോപി എന്ന് പറഞ്ഞൊരു ഗോപിയുണ്ട്, അവരുടെ അവതാരമാണെന്ന് പറയുന്നു. ഇതിനെ രണ്ടിനെയും ഗൗരഗണോദ്ദേശ ദീപിക പിന്തുണയ്ക്കുന്നുണ്ട്. പിന്നെ ഖേത്തരിയിൽ നമ്മൾ പറഞ്ഞല്ലോ, ഖേത്തുരി ഗ്രാമില് അതിനുശേഷം നരോത്തം ദാസ് ഠാക്കൂർ നടത്തിയ ആദ്യത്തെ ഉത്സവം. നരോത്തം പ്രഭു, നമുക്ക് നരോത്തം ദാസ് ഠാക്കൂറിന്റെ സ്ഥലത്തിലേക്ക് പോകണ്ടേ? തീർച്ചയായിട്ടും പോവാം. പ്രഭു പറഞ്ഞാൽ മതി, പോവാം. അല്ല, പ്രഭുവാണ് പോകേണ്ടത് അവിടെ. യെസ്, തീർച്ചയായിട്ടും തീർച്ചയായും. ഹരിബോൾ, ഹരേ കൃഷ്ണ. സോ നരോത്തം ദാസ് ഠാക്കൂറിന്റെ സ്ഥലം ഇവിടെയാണ്, ബംഗ്ലാദേശിലാണ്. നമുക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ ബംഗ്ലാദേശിന്റെ സ്ഥിതി നമുക്കറിയാം. അതൊക്കെ ഒന്ന് മാറി വരട്ടെ, പിന്നെ എല്ലാവരും വിസ തയ്യാറാക്കി വെക്കുക. അപ്പോ പോകേണ്ട ഒരു സ്ഥലമാണ് ഖേത്തുരി ഗ്രാം. അവിടെയാണ് നമ്മൾ പറഞ്ഞതുപോലെ ആദ്യത്തെ എന്ത് നടന്നത്? ഏതുത്സവം? ഉത്സവം പാനിഹട്ടി. പാനിഹാട്ടിയിലാണ് നടന്നത്. ആദ്യത്തെ ഏതുത്സവമാണ്? ഖേത്തുരി എന്ന് പറയുന്ന ഗ്രാമം നരോത്തം ദാസ് ഠാക്കൂറിന്റെ ജന്മസ്ഥലമാണ്. നമ്മൾ അവിടെയാണ് പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞു പോയതാണ്. ഏത് ഉത്സവമാണ് ആദ്യം ഖേത്തുരി ഗ്രാമില്? അവിടെ വെച്ചിട്ടാണ് ആദ്യത്തെ ഈ ഉത്സവം നടക്കുന്നത്. അതിൽ പല അജിത മാതാജി, പ്രഭു രഥോത്സവമാണോ? എനിക്ക് ഓർമ്മ വരുന്നില്ല. ഏത് രഥോത്സവം? കൽപ്പാത്തിയാണോ? അല്ലല്ല, ജഗന്നാഥ രഥോത്സവം അത് പുരിയിലല്ലേ? പുരിയിലാണ്. ഓർമ്മ വരുന്നില്ല. ഖേത്തുരി ഗ്രാമത്തില് നരോത്തം ദാസ് ഠാക്കൂർ ആണ് ആദ്യത്തെ ഈ ഉത്സവം ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പരിശ്രമിച്ച്. ആ കാലഘട്ടത്തിൽ മഹാപ്രഭുവിന്റെ ഒക്കെ കാലം കഴിഞ്ഞു ആ സമയത്ത് അല്ലെ. അപ്പോ നിത്യാനന്ദ പ്രഭു ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. പക്ഷെ ആ സമയത്ത് ജീവിച്ചിരുന്ന ഗൗർനിത്തായുമായിട്ട് ബന്ധമുള്ള എല്ലാ ഗൗഡീയ വൈഷ്ണവന്മാരെയും വിളിക്കാൻ വേണ്ടി, അവർക്കൊരു ക്ഷണക്കത്ത് അയക്കാൻ വേണ്ടി പല വ്യക്തികളെയും, ആ ഗ്രാമത്തിലുള്ള പല വ്യക്തികളെയും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെയും ഒക്കെ ഗ്രാമാന്തരം നഗരാന്തരം പറഞ്ഞയച്ച് വളരെ ദൂരത്തു നിന്നുള്ള, ഈവൻ വൃന്ദാവനത്ത് നിന്നുള്ള വ്യക്തികൾ പോലും ഈ ഉത്സവത്തിൽ പങ്കെടുത്തു. നമ്മൾ പറഞ്ഞു ജാഹ്നവാദേവി, നിത്യാനന്ദ പ്രഭുവിന്റെ പത്നി, അവിടെ വന്ന്. ജാഹ്നവാദേവി ആയിരുന്നു ചീഫ് ഗസ്റ്റ്. കാര്യം നിത്യാനന്ദ പ്രഭുവിന്റെ പത്നി ആയിരുന്നു ആ സമയത്ത് ഗൗരപൂർണിമ. ജയ് മാതാജി. അലങ്കാരം മാതാജിക്ക് 10 പോയിന്റ്. താങ്ക് യു മാതാജി, ശ്രദ്ധിച്ച് കേട്ടു, സന്തോഷം. സോ ആദ്യത്തെ ഗൗരപൂർണിമ ഫെസ്റ്റിവല് എവിടെയാണ് നടന്നത്? ഈ ഖേത്തുരി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് നടന്നത്. നരോത്തം ദാസ് ഠാക്കൂർ ആണ് അതിനെ ഓർഗനൈസ് ചെയ്തത്. സോ അങ്ങനെ ആരാ ഉത്തരം പറഞ്ഞത്? അലങ്കാര മാതാജിയാണോ വനമാല പ്രഭുവാണോ? മാതാജിയാണ്. ഓക്കെ, ശരി. സോ അപ്പൊ ആ ഉത്സവത്തിലും അച്യുതാനന്ദന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നിവിടെ പറയുന്നു. പിന്നെ ലാസ്റ്റ് പറയുന്നത് ശ്രീ നരഹരി സർക്കാർ, അദ്ദേഹത്തിന്റെ നരോത്തം വിലാസ് എന്ന് പറയുന്ന പുസ്തകത്തില്, അതില്
നരോത്തം ദാസ് ഠാക്കൂറിന്റെ ലീലകളാണ് നരോത്തമ വിലാസ് എന്നുള്ള ബുക്കിലുള്ളത്. ഇതൊക്കെ ഇസ്കോൺ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊക്കെ വായിക്കാനുള്ളൊരു സാഹചര്യം അടുത്ത ജന്മത്തിൽ കിട്ടിയാൽ കൊള്ളാം. മലയാളത്തിലൊന്നും ഇല്ല ഇതൊക്കെ. മലയാളത്തില് ഇല്ല. ചൈതന്യതാവ് മാത്രമല്ല. മലയാളത്തിൽ നമ്മൾ ഭാഗവതം എഡിറ്റിംഗ് ചെയ്യാനേ നമുക്ക് ആളില്ല. പിന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങൾ. ഈ ഒരു ഗണോദശി ദീപിക വന്നാൽ ഇനി വല്ല AI പ്രഭു വന്ന് അല്ലെങ്കിൽ വല്ല അങ്ങനെയുള്ള വല്ലവരും ഒന്ന് ചെയ്യണം. സോ അങ്ങനെ ഈ അച്യുതാനന്ദൻ മഹാപ്രഭുവിന്റെ സാന്നിധ്യം ഉള്ളപ്പോൾ ജഗന്നാഥ്പുരിയിൽ ഗദാധര പണ്ഡിതനൊപ്പം ജീവിച്ചു. പക്ഷെ അതിനുശേഷം വീണ്ടും ശാന്തിപുരത്തെ വസതിയിലാണ് അവസാന കാലങ്ങളിൽ പാർത്തിരുന്നത് എന്ന് പറഞ്ഞ് പറയുന്നുണ്ട്. റൈറ്റ്. സോ ഇതാണ് അച്യുതാനന്ദന്റെ കഥ. നമ്മൾ വായിച്ചു. അദ്വൈതാചാര്യർക്ക് 6 മക്കൾ ഉണ്ടായിരുന്നു. അച്യുതൻ, കൃഷ്ണമിശ്രൻ, ഗോപാലദാസൻ. ഈ 3 പേരും ഭക്തന്മാരായിരുന്നു. മറ്റു 3 പുത്രന്മാര് ബലരാമൻ, സ്വരൂപൻ, ജഗദീശൻ. അവര് 3 പേര് ഭക്തന്മാരായിരുന്നില്ല. മറ്റ് യോഗ അതുപോലുള്ള കാര്യങ്ങളായിരുന്നു അവർക്ക് താല്പര്യം. ഓക്കെ, മുന്നോട്ട് പോവാം. ഹരേ കൃഷ്ണ. ഓക്കെ. ഹരേ കൃഷ്ണ. ശ്ലോകം 18. കുറച്ച് പ്രഭു ഒരു റിക്വസ്റ്റ്, നമ്മൾ എന്തായാലും ഒരു പ്രാവശ്യം വായിക്കുന്നുള്ളൂ. അപ്പൊ കുറച്ചൊന്ന്, അതായത് വായിക്കുന്നവർക്ക് മനസ്സിലാവുന്ന സ്പീഡിൽ വായിക്കുക. ഹരേ കൃഷ്ണ. ഹരിബോൾ. കൃഷ്ണ മിശ്ര നാമ ആചാര്യ തനയ ചൈതന്യ ഗോസായി വൈസേ യാൻഹാര ഹൃദയ. ഞാൻ വായിച്ചപ്പോ ഞാൻ വിചാരിക്കണു ഞാനായിരിക്കും ഏറ്റവും ചെലവായിട്ട് വൃത്തിയായിട്ട് വായിക്കണെന്നാണ് എന്റെ വിചാരം ഉണ്ടായിരുന്നത്. ഹരേ കൃഷ്ണ. വിവർത്തനം ശീല പ്രഭാതയ്ക്ക്. കൃഷ്ണമിശ്രൻ അദ്വൈതാചാര്യന്റെ പുത്രനായിരുന്നു. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ചൈതന്യ മഹാപ്രഭു സദാ വിരാജിച്ചിരുന്നു. ഭാവാർത്ഥം ശീല പ്രഭാതിക്ക്. അദ്വൈത ആചാര്യന്റെ 6 പുത്രന്മാരിൽ 3 പേർ അച്യുതാനന്ദനും കൃഷ്ണനും മിശ്രനും ഗോപാലദാസനും ചൈതന്യ മഹാപ്രഭുവിന്റെ സേവനങ്ങളിൽ വിശ്വസ്തയോടെ മുഴുകി ജീവിച്ചു. അച്യുതാനന്ദൻ അവിവാഹിതനായിരുന്നതിനാൽ സന്താനങ്ങളില്ല. അദ്വൈതാചാര്യന്റെ 2ാമത്തെ പുത്രനായ കൃഷ്ണമിശ്രന് 2 പുത്രന്മാരുണ്ടായിരുന്നു. രഘുനാഥ ചക്രവർത്തിയും ഡോല ഗോവിന്ദനും. രഘുനാഥന്റെ പിൻഗാമികൾ ഇപ്പോഴും ഗോപാലപാദത്തിനും ഗണകരത്തിനും മൃജാപുരത്തിനും കുമാരഖാലിക്കും സമീപത്തുള്ള ശാന്തിപുരത്ത് ജീവിക്കുന്നു. ധോല ഗോവിന്ദന് ശാന്തൻ, കന്ദർപ്പൻ, ഗോപിനാഥൻ എന്നിങ്ങനെ 3 പുത്രന്മാരുണ്ടായിരുന്നു. കന്ദർപ്പന്റെ പിന്തുടർച്ചക്കാരൻ ജിഗാബാഡി ഗ്രാമത്തിലെ മൽദയിൽ വസിക്കുന്നു. ഗോപിനാഥന് 3 പുത്രന്മാരുണ്ടായിരുന്നു. ശ്രീവല്ലഭൻ, പ്രാണവല്ലഭൻ, കേശവൻ. ശ്രീവല്ലഭന്റെ പിന്തുടർച്ചക്കാർ മഷിയാധാരം, മഹിഷദേര, ദാമുകദിയ, ചാണ്ഡീപുരം ഗ്രാമങ്ങളിൽ വസിക്കുന്നു. ശ്രീവല്ലഭന്റെ കുടുംബത്തിന് അദ്ദേഹത്തിന്റെ മൂത്ത പുത്രൻ ഗംഗാനാരായണനിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു വംശാവലി പട്ടികയുണ്ട്. ശ്രീവല്ലഭന്റെ ഏറ്റവും ഇളയ പുത്രനായ രാമഗോപാലന്റെ പിൻഗാമികൾ ഇപ്പോഴും ദാമുകദിയ, ചാണ്ഡീപുരം, ഷോലാമാരി തുടങ്ങിയ സ്ഥലങ്ങളിൽ വസിക്കുന്നു. പ്രാണവല്ലഭന്റെയും കേശവന്റെയും പിൻഗാമികൾ ഉദലിയിൽ വസിക്കുന്നുണ്ട്. പ്രാണവല്ലഭന്റെ പുത്രൻ രത്നേശ്വരനായിരുന്നു. അദ്ദേഹത്തിന്റെ പുത്രൻ കൃഷ്ണരാമനും ഇളയ സഹോദരൻ ലക്ഷ്മി നാരായണനും ആയിരുന്നു. അദ്ദേഹത്തിന്റെ പുത്രൻ നവകിശോരന്റെ 2ാമത്തെ പുത്രൻ രാമമോഹനനും അദ്ദേഹത്തിന്റെ മൂത്ത പുത്രൻ ജഗബന്ധുവുമായിരുന്നു. അദ്ദേഹത്തിന്റെ 3ാമത്തെ പുത്രൻ വീരചന്ദ്രൻ സന്യാസം സ്വീകരിക്കുകയും ചൈതന്യ മഹാപ്രഭുവിന്റെ ഒരു വിഗ്രഹം കട്വയിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. രാമമോഹനന്റെ ഈ 2 പുത്രന്മാരും ബഡാ പ്രഭുവെന്നും ചോട്ടാ പ്രഭുവെന്നും അറിയപ്പെട്ടിരുന്നു. ഇവരാണ് നവദ്വീപധാമ പരിക്രമണത്തിന് ആരംഭം കുറിച്ചു വെച്ചത്. അദ്വൈത പ്രഭുവിന്റെ കൃഷ്ണമിശ്രന്റെ പൂർണ്ണമായ വംശാവലി പട്ടിക അറിയാൻ വൈഷ്ണവ മഞ്ജുഷ പരിശോധിക്കാവുന്നതാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പ്രത്യേകിച്ചൊന്നും പറയാനില്ല.
ഓക്കെ. ഞാൻ ആലോചിക്കായിരുന്നു നമ്മളുടെ പ്രീച്ചിങ് ഒക്കെ വളർന്ന് കൂടുതൽ ഭക്തന്മാരായി കൂടുതൽ പേര് ദീക്ഷയ്ക്ക് വന്നാലും ദീക്ഷയ്ക്ക് കൊടുക്കാൻ പേരുകൾക്ക് പഞ്ഞം ഉണ്ടാവില്ല. ഹരേ കൃഷ്ണ, ഹരിബോൾ. എന്തോരം പേരുകളാണ്, എന്തോരം ഭക്തന്മാരാണ്. അതുകൊണ്ട് പേരുകൾ ഇല്ലാതെ പോയി എന്ന് പറഞ്ഞ് നമുക്ക് ദുഃഖിക്കേണ്ട കാര്യമില്ല. നമ്മൾ അറിയാത്ത എത്രയോ ഭക്തന്മാരുടെ പേരുകളുണ്ട്. അത്രേ പറയാൻ തോന്നിയുള്ളൂ, വേറെ ഒന്നും തോന്നിയില്ല. പിന്നെ ചോട്ടാ പ്രഭുവും ബഡാ പ്രഭു. ഛോട്ടാ പ്രഭു, ബഡാ പ്രഭു അവരാണ് നവദ്വീപ് ധാം പരിക്രമണത്തിന് ആരംഭം കുറിച്ച് വെച്ച്. അതൊരു പുതിയൊരു ഇൻഫർമേഷൻ ആണ്. റൈറ്റ്, മുന്നോട്ട് പോവാം. ശ്ലോകം 19. ശ്രീ ഗോപാലനാമേ ആരാ ആചാര്യേരസുത താൻഹാര ചരിത്ര ശുന അത്യന്ത അദ്ഭുത. വിവർത്തനം ശീലപ്രവാദിക്ക്. ശ്രീ ഗോപാലൻ അദ്വൈതാചാര്യന്റെ മറ്റൊരു പുത്രനായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വഭാവ സവിശേഷതകൾ കേൾക്കൂ, അവ അത്യന്തം അത്ഭുതകരങ്ങളാണ്. ഭാവാർത്ഥം ശീലപ്രവാദിക്ക്. മുകളിൽ സൂചിപ്പിച്ചതുപോലെ ശ്രീ ഗോപാലൻ അദ്വൈതാചാര്യന്റെ ഭക്തരായ 3 പുത്രന്മാരിൽ ഒരുവനായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് ചൈതന്യ ചരിതാമൃതം അദ്യലീലയിലെ 12-ാം അധ്യായത്തിൽ 143 മുതൽ 149 വരെയുള്ള ശ്ലോകങ്ങൾ കൂടുതൽ വിവരിക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ. ശ്ലോകം 20. ഗുണ്ടീച മന്ദിരേ മഹാപ്രഭുരാസമുഖേ കീർത്തനേ നർത്തനകരേ ബഡ പ്രേമ സുഖേ. വിവർത്തനം ശീലപ്രവാദിക്ക്. ശ്രീ ചൈതന്യൻ ജഗന്നാഥപുരിയിലെ ഗുണ്ടീച മന്ദിരം ശുദ്ധി ചെയ്തപ്പോൾ ഗോപാലൻ അവിടുത്തെ മുന്നിൽ പ്രേമാനന്ദത്താൽ കീർത്തനവും നൃത്തവും ആടി. ഭാവാർത്ഥം ശീലപ്രവാദിക്ക്. ഗുണ്ടീച മന്ദിരം ജഗന്നാഥപുരിയിലാണ് ചെയ്യുന്നത്. എല്ലാ വർഷവും ജഗന്നാഥ ക്ഷേത്രത്തിൽ നിന്നും ജഗന്നാഥനും ബലഭദ്രനും സുഭദ്രയും 8 ദിവസം അവിടെ വസിക്കാൻ വരുന്നു. ചൈതന്യ മഹാപ്രഭു ജഗന്നാഥപുരിയിൽ താമസിച്ചെത്തുമ്പോൾ എല്ലാ വർഷവും മുഖ്യഭക്തന്മാരോടൊപ്പം ഈ ക്ഷേത്രം ശുചീകരിച്ചിരുന്നു. ചൈതന്യ ചരിതാമൃതത്തിലെ ഗുണ്ടീചമർദ്ദന അധ്യായം മധ്യലീല 12 ഇത് വിപുലമായി വിവരിക്കുന്നു. ഹരേ കൃഷ്ണ. ശ്ലോകം 21. നാനാഭാവോദ്ഗമ ദേഹ അത്ഭുത നർത്തന ധൂയ് ഗോസ്വായി ഹരിബലേ ആനന്ദിതമന. വിവർത്തനം ശീലപ്രവാദിക്ക്. ചൈതന്യ മഹാപ്രഭുവും അദ്വൈത പ്രഭുവും ഹരേ കൃഷ്ണ മന്ത്രം കീർത്തനം ചെയ്യുകയും നൃത്തമാടുകയും ചെയ്തപ്പോൾ അവരുടെ തിരുവുടലുകളിൽ ഭക്തിഹർഷത്തിന്റെ നിരവധി ലക്ഷണങ്ങൾ പ്രത്യക്ഷമാവുകയും അവരുടെ മനസ്സ് വളരെയധികം ആനന്ദഭരിതമാകുകയും ചെയ്തു. ശ്ലോകം 22. നാജിദേ ഗോപാല ഹൈല മൂർച്ഛിതാഃ ഭൂമേതേ പടിലദേഹേ നാഹിക സംവിധ. വിവർത്തനം ശീലപ്രവാദിക്ക്. ഗോപാലൻ നൃത്തം ചെയ്ത് വിവശനായി ബോധം മറ്റ് നിലം പതിച്ചു. ശ്ലോകം 23. ദുഃഖിത ഹൈല ആചാര്യ പുത്ര കേലയലന രക്ഷാകരേ നൃസിംഹേര മന്ത്രപാടിയ. വിവർത്തനം മന്ത്രപടിയ. വിവർത്തനം ശീലപ്രവാദിക്ക്. അദ്വൈത പ്രഭു വളരെ അസന്തുഷ്ടനായി അവിടുന്ന് പുത്രനെ എടുത്ത് മടിയിൽ കിടത്തി അവന്റെ സംരക്ഷണത്തിന് വേണ്ടി നരസിംഹ മന്ത്രം ജപിച്ചു. ഹരേ കൃഷ്ണ. ശ്ലോകം 24. നാനാമന്ത്ര പഠേന ആചാര്യന ഹയാചേതന ആചാര്യേര ദുഃഖേ വൈഷ്ണവകരേണ ക്രന്ദന. വിവർത്തനം ശീലപ്രവാദിക്ക്. അദ്വൈതാചാര്യൻ പല മന്ത്രങ്ങളും ജപിച്ചെങ്കിലും ഗോപാലന് സ്വബോധം തിരിച്ചു കിട്ടിയില്ല. അവിടെ സന്നിഹിതരായിരുന്ന എല്ലാ വൈഷ്ണവരും ഗോപാലന്റെ അവസ്ഥയെ ദുഃഖിച്ചു കരഞ്ഞു. ശ്ലോകം 25. തബേ മഹാപ്രഭു താൻഡ്ര ഹൃദയ ഹസ്തധരി ഉഠഃ ഗോപാല കൈലബല ഹരി ഹരി. വിവർത്തനം ശീലപ്രവാദിക്ക്. ചൈതന്യ മഹാപ്രഭു അപ്പോൾ തന്റെ കരം ഗോപാലന് നെഞ്ചിൽ വെച്ച് അവനോട് പറഞ്ഞു, പ്രിയപ്പെട്ട ഗോപാല, എഴുന്നേറ്റ് ഭഗവാന്റെ ദിവ്യനാമം കീർത്തനം ചെയ്യൂ. ശ്ലോകം 26.
കുഠില ഗോപാല പ്രഭുര സ്പർശധ്വനി ശുനി ആനന്ദിദാഹന സഭേ കരേ ഹരിധ്വനി. വിവർത്തനം ശ്രീല പ്രഭാതിക്ക് ഈ ശബ്ദം കേൾക്കുകയും ഭഗവാന്റെ സ്പർശം അനുഭവപ്പെടുകയും ചെയ്തപ്പോൾ ഗോപാലൻ പെട്ടെന്ന് എഴുന്നേൽക്കുകയും എല്ലാ വൈഷ്ണവരും ആഹ്ലാദത്തോടെ ഹരിധ്വനി മുഴക്കുകയും ചെയ്തു. ഹരി ബോൾ. ശ്ലോകം ഹരേ കൃഷ്ണ. 27. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അല്ല, ഒരൊറ്റ കാര്യം, ഈ സമയത്ത് വാസ്തവത്തില് ഗോപാലൻ മരിച്ചുപോയി എന്നാണ് പറയുന്നത്. ശരിക്കും പ്രാണൻ ഉപേക്ഷിച്ചു. ചൈതന്യ മഹാപ്രഭു തിരിച്ച് അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ഹൃദയത്തിൽ സ്പർശിച്ചപ്പോ ആ ആത്മാവ് വീണ്ടും വന്ന് അതേ ഉടലില് തുടർന്നു. സോ അങ്ങനെയാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. ഹരിബോൾ. കണ്ടിന്യൂ ചെയ്യാം. ശ്ലോകം 27. ആചര്യേര ആരാപുത്ര ശ്രീ ബലരാമ ആരാപുത്ര സ്വരൂപ ശാഖ ജഗദീശ നാമ. വിവർത്തനം ശ്രീല പ്രഭാതിക്ക് ജയ്. ശ്രീ അദ്വൈതാചാര്യന്റെ മറ്റു പുത്രന്മാർ ശ്രീ ബലരാമൻ, സ്വരൂപൻ, ജഗദീശൻ എന്നിവരായിരുന്നു. ഭാവാർത്ഥം ശ്രീല പ്രഭാതിക്ക് ജയ്. ബലരാമൻ, സ്വരൂപൻ, ജഗദീശൻ എന്നിവർ അദ്വൈതാചാര്യന്റെ 4ാമത്തെയും 5ാമത്തെയും 6ാമത്തെയും പുത്രന്മാരായിരുന്നെന്ന് അദ്വൈത ചരിതം എന്ന സംസ്കൃത ഗ്രന്ഥത്തിൽ പറയുന്നു. അതായത് അദ്വൈതാചാര്യന് 6 പുത്രന്മാരുണ്ടായിരുന്നു. ബലരാമനും സ്വരൂപനും ജഗദീശനും സ്മാർത്തന്മാർ അഥവാ മായാവാദികൾ ആയിരുന്നതിനാൽ വൈഷ്ണവ സമൂഹത്താൽ തിരസ്കരിക്കപ്പെട്ടിരുന്നു. മായാവാദികൾ ചിലപ്പോൾ വിഷ്ണുവിന്റെ ആരാധകരായി അഭിനയിക്കാറുണ്ട്. പക്ഷെ അവർ യഥാർത്ഥത്തിൽ വിഷ്ണുവിനെ പരമദിവ്യോത്തമ പുരുഷനായി അംഗീകരിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അവർ ശിവൻ, ദുർഗ, സൂര്യൻ, ഗണേശൻ തുടങ്ങിയ ദേവന്മാരെ വിഷ്ണുവിന് തുല്യമായി കണക്കാക്കുന്നു. അവർ പൊതുവെ പാഞ്ചോപാസക സ്മാർത്തരായി അറിയപ്പെടുന്നു. അവരെ വൈഷ്ണവരായി ഗണിക്കരുത്. ഹരേ കൃഷ്ണ. ബലരാമന് 3 പത്നിമാരും 9 പുത്രന്മാരും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആദ്യ പത്നിയിലെ ഏറ്റവും ഇളയ പുത്രൻ മധുസൂദനൻ എന്ന് അറിയപ്പെട്ടിരുന്നു. ഭട്ടാചാര്യ എന്ന ശീർഷനാമം സ്വീകരിച്ച അദ്ദേഹം സ്മാർത്തപാത അഥവാ മായാവാദ തത്വശാസ്ത്രം സ്വീകരിച്ചു. ഗോസ്വാമി എന്ന ശീർഷനാമം പൊതുവെ സന്യാസിമാരെ ഉദ്ദേശിച്ചുള്ളതിനാൽ ഭട്ടാചാര്യന്റെ പുത്രൻ രാധാരമണ ഗോസ്വാമി എന്ന നാമം സ്വീകരിക്കാൻ വിസമ്മതിച്ചായി ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ എഴുതിയിരിക്കുന്നു. ഗൃഹസ്ഥ ജീവിതത്തിൽ തുടരുന്ന ഒരുവൻ ഗോസ്വാമി എന്ന നാമം ദുരുപയോഗം ചെയ്യരുത്. ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ ജാതി ഗോസ്വാമിമാരെ അംഗീകരിച്ചിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അവർ ചൈതന്യ മഹാപ്രഭുവിന്റെ ശിഷ്യന്മാരായിരുന്ന ഗോസ്വാമിമാരായ ശ്രീ രൂപഗോസ്വാമിയുടെയും സനാതന ഗോസ്വാമിയുടെയും രഘുനാഥ ഭട്ട ഗോസ്വാമിയുടെയും ശ്രീല ഗോപാലഭട്ട ഗോസ്വാമിയുടെയും ജീവഗോസ്വാമിയുടെയും ശ്രീല രഘുനാഥദാസ ഗോസ്വാമിയുടെയും പരമ്പരയിൽ വരുന്നവരല്ല. ഇന്ദ്രിയ ആസ്വാദനത്തിന് വേണ്ടിയുള്ള ഒരു തരം ഇളവാണ് ഗൃഹസ്ഥാശ്രമം എന്ന് ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ പറയുന്നു. അതിനാൽ ഒരു ഗൃഹസ്ഥൻ വെറുതെ ഗോസ്വാമി എന്ന ശീർഷകം സ്വീകരിക്കരുത്. ഇസ്കോൺ പ്രസ്ഥാനം ഒരിക്കലും ഒരു ഗൃഹസ്ഥന് ഗോസ്വാമി ശീർഷകം നൽകുകയില്ല. ഇസ്കോണിൽ ഞങ്ങൾ ദീക്ഷ നൽകിയിട്ടുള്ള സന്യാസിമാരെല്ലാം ചെറുപ്പക്കാരാണെങ്കിലും ഞങ്ങൾ അവർക്ക് സ്വാമി, ഗോസ്വാമി എന്നീ നാമങ്ങൾ നൽകി. എന്തുകൊണ്ടെന്നാൽ അവർ ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ സമ്പ്രദായത്തിന്റെ പ്രചരണത്തിന് വേണ്ടി തങ്ങളുടെ ജീവിതം സമ്പൂർണമായി സമർപ്പണം ചെയ്തവരാണ്. ഗൃഹസ്ഥരായ ജാതി ഗോസ്വാമിമാർ മാത്രമല്ല, സ്മാർത്ത രഘുനന്ദന്റെ തത്വങ്ങൾ പിന്തുടരുന്നവരും ഗോസ്വാമി നാമത്തെ അനാദരിക്കുന്നതായി ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ പറയുന്നു. അവർ ശ്രാദ്ധ ചടങ്ങിൽ അദ്വൈതാചാര്യന്റെ വൈക്കോൽബിംബം കത്തിക്കുകയും അപ്രകാരം രാക്ഷസന്മാരെ പോലെ പെരുമാറി വൈഷ്ണവരുടെ വഴികാട്ടിയായ ഹരിഭക്തി വിലാസത്തെ അനാദരിക്കുകയും ചെയ്തു. സ്മാർത്തരായ ഈ ജാതി ഗോസ്വാമിമാർ ചിലപ്പോൾ വൈഷ്ണവ തത്വശാസ്ത്രത്തെക്കുറിച്ച് ഗ്രന്ഥങ്ങളോ അല്ലെങ്കിൽ മൗലിക ശാസ്ത്രങ്ങളുടെ വ്യാഖ്യാനങ്ങളോ എഴുതുമെന്നും ഒരു പരിശുദ്ധ ഭക്തൻ ജാഗ്രതയോടെ അവയെ ഒഴിവാക്കണമെന്നും ശ്രീല ഭക്തി സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ പറയുന്നു. ഹരേ കൃഷ്ണ. എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല പ്രഭു, വായിക്കാം. ഓക്കെ. ശ്ലോകം 28.
കമലാകാന്ത വിശ്വാസ നാമ ആചാര്യ കിങ്കര ആചാര്യ വ്യവഹാര സഭ താൻഹാര ഗോചര. വിവർത്തനം ചെയ്ത പ്രഭാതിക്ക് ജയ്. അദ്വൈതാചാര്യന്റെ വിശ്വസ്തഭൃത്യനായിരുന്ന കമലാകാന്ത വിശ്വാസന് അദ്വൈതാചാര്യന്റെ വ്യവഹാരങ്ങളെല്ലാം അറിയാമായിരുന്നു. ഭാവാത്വം ശൈല പ്രഭാതിക്ക് ജയ്. ആദിലയിലെ 10:149 പ്രതിപാദിച്ചിട്ടുള്ള കമലാനന്ദൻ എന്ന നാമവും മധ്യലയിലെ 10:94 പരാമർശിച്ചിട്ടുള്ള കമലാകാന്തൻ എന്ന നാമവും ഒരാളിൻ്റെതാണ്. ഭഗവാൻ ചൈതന്യ മഹാപ്രഭുവിന്റെ വിശ്വസ്ത ഭൃത്യനായിരുന്ന ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച കമലാകാന്തൻ അദ്വൈതാചാര്യന്റെ കാര്യദർശിയായി സേവനമനുഷ്ഠിച്ചു. പരമാനന്ദപുരി നവദ്വീപിൽ നിന്നും ജഗന്നാഥപുരിയിലേക്ക് പോയപ്പോൾ കമലാകാന്തന വിശ്വാസനെയും കൂടെ കൊണ്ടുപോവുകയും ഇരുവരും ജഗന്നാഥപുരിയിൽ മഹാപ്രഭുവിനെ കാണാൻ പോവുകയും ചെയ്തു. ചൈതന്യ ഭഗവാന്റെ ഭക്തന്മാരിൽ ഒരുവനായ കമലാകാന്തൻ പരമാനന്ദപുരിയോടൊപ്പം ജഗന്നാഥപുരിയിലേക്ക് പോയെന്ന് മധ്യലീലയിൽ പറഞ്ഞിട്ടുണ്ട്. ശ്ലോകം 29. നീലാചലേ തേൻഹോ ഏകപത്രിക ലിഖായ പത്രാപരുദ്രേര പാശാദില പാഠായ. വിവർത്തനം ശ്രീ പ്രഭാതിക്ക്. കമലാകാന്ത വിശ്വാസൻ ജഗന്നാഥപുരിയിലായിരുന്നപ്പോൾ അദ്ദേഹം പ്രതാപരുദ്ര മഹാരാജാവിന് ഒരു കുറിപ്പ് കൊടുത്തയച്ചു. ശ്ലോകം 30. സേയ് പത്രീരാ കഥ ആചാര്യ നഹി ജാനേ ഓന പാകെ സേയ് പത്രി ആയില പ്രഭുസ്ഥാനെ. വിവർത്തനം ചെയ്ത ആ കുറിപ്പിനെ പറ്റി ആർക്കും അറിയില്ലായിരുന്നു. പക്ഷേ ഏതോ വിധത്തിൽ അത് ചൈതന്യ മഹാപ്രഭുവിന്റെ കയ്യിൽ വന്നു ചേർന്നു. ഹരേ കൃഷ്ണ. ശ്ലോകം 31. സേ പത്രീദേ ലേഖ ആചേയേത ലിഖന ഈശ്വരത്വേ ആചാര്യേര കരിയാച്ചേ സ്ഥാപന. വിവർത്തനം ചെയ്ത പ്രഭാതിക്ക്. ആ കുറിപ്പിൽ അദ്വൈതാചാര്യനെ ഭഗവാന്റെ ഒരു അവതാരമായി സ്ഥാപിച്ചിരിക്കുന്നു. ശ്ലോകം 32. ഹിന്ദു താൻഡ്ര ദൈവേ ഹിഞ്ചു ഹൈ യാച്ചേ ഹൃണ ശോധിബാരെ ചാഹി തൻകാ ശതദിന. വിവർത്തനം ചെയ്ത പ്രഭാതിക്ക്. പക്ഷേ അദ്വൈതാചാര്യന് 300 രൂപയോളം കടമുണ്ടെന്നും അത് കൊടുത്തു തീർക്കണമെന്നും കൂടി കമലാകാന്തൻ അതിൽ പറഞ്ഞിരുന്നു. ശ്ലോകം 33. പത്ര പഠിയ പ്രഭുരാമനെ ഹൈല ദുഃഖ ബാഹിരെ ഹാസിയ ഹിജുബലെ ചന്ദ്രമുഖ. വിവർത്തനം ചെയ്ത പ്രഭാതിക്ക്. ആ കുറിപ്പ് വായിച്ച ചൈതന്യ മഹാപ്രഭു അസന്തുഷ്ടനായി തീർന്നു. പക്ഷെ അവിടുത്തെ വദനം അപ്പോഴും ചന്ദ്രനെ പോലെ പ്രകാശിച്ചിരുന്നു. മന്ദഹാസത്തോടെ അവിടുന്ന് ഇപ്രകാരം പറഞ്ഞു. ശ്ലോകം 34. ആചാര്യര സ്ഥാപിയാച്ചേ കരിയ ഈശ്വര ഇതേ ദോഷ നാഹി ആചാര്യ ദൈവത ഈശ്വര. വിവർത്തനം ചെയ്ത പ്രഭാതിക്ക്. അവൻ അദ്വൈതാചാര്യനെ ഭഗവാന്റെ ഒരു അവതാരമായി സ്ഥാപിച്ചു. അതിൽ തെറ്റില്ല. കാരണം അദ്ദേഹം തീർച്ചയായും ഭഗവാൻ തന്നെയാണ്. ശ്ലോകം 35. ഈശ്വരേരാ ദൈന കരിയാച്ചേ ഭിക്ഷ അതയേവ ദണ്ഡ കരായിവ ശിക്ഷ. വിവർത്തനം ചെയ്ത പ്രഭാതിക്ക്. എന്നാൽ അവൻ ഭഗവാന്റെ അവതാരത്തെ ദരിദ്രനായ ഒരു യാചകനാക്കി. അതിനാൽ അവന്റെ തെറ്റ് തിരുത്തുന്നതിനായി ഞാൻ അവനെ ശിക്ഷിക്കും. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം ചെയ്ത പ്രഭാതിക്ക്. ഗുരുവനെ ഈശ്വരന്റെ ഒരു അവതാരമെന്ന് വിശേഷിപ്പിക്കുകയും അതേസമയം ദരിദ്രനായി അവതരിപ്പിക്കുകയും ചെയ്യുന്നത് വൈരുദ്ധ്യമാണ്. അത് ഏറ്റവും കടുത്ത അപരാധവുമാണ്. എല്ലാവരും ദൈവമാണെന്ന പ്രചാരത്തിലൂടെ വൈദിക സംസ്കാരത്തെ നശിപ്പിക്കുന്നതിൽ മുഴുകുന്ന മായാവാദി തത്വജ്ഞാനികൾ ദരിദ്രനായ ഒരു മനുഷ്യനെ ദരിദ്രനാരായണൻ എന്ന് വിളിക്കുന്നു. ആധികാരികതയില്ലാത്ത അത്തരം വിഡ്ഢിത്ത ആശയങ്ങളെ ചൈതന്യ മഹാപ്രഭു ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. അവിടുന്ന് കർശനമായ താക്കീത് നൽകി. മായാവാദി ഭാഷ്യ ശൂന്യയിലെ ഹയ സർവനാശ. മായാവാദ തത്വശാസ്ത്രം പിന്തുടരുന്ന ഏതൊരുവനും തീർച്ചയായും നശിച്ചു പോകും. അത്തരമൊരു വിഡ്ഢി ശിക്ഷയിലൂടെ തിരുത്തപ്പെടേണ്ടത്
ആവശ്യമാണ്. ഭഗവാനോ അല്ലെങ്കിൽ അവിടുത്തെ അവതാരമോ ദരിദ്രനാണെന്ന് പറയുന്നത് വൈരുദ്ധ്യമാണെങ്കിലും ഭഗവാൻ വാമനനായി അവതരിച്ചപ്പോൾ മഹാബലിയോട് കുറെ ഭൂമി യാചിച്ചതായി ശാസ്ത്രങ്ങളിൽ നാം കാണുന്നു. എന്നാലും വാമനദേവൻ ഒരു ദരിദ്രനല്ലെന്ന് എല്ലാവർക്കും അറിയാം. മഹാബലിയോടുള്ള യാചന അദ്ദേഹത്തെ അനുഗ്രഹിക്കുന്നുള്ള ഒരു ഉപായം മാത്രമായിരുന്നു. മഹാബലി ഭൂമി ദാനം നൽകിയപ്പോൾ വാമനദേവൻ 3 ചുവടുകൾ കൊണ്ടും മൂവലോകങ്ങളെയും അളന്ന് തന്റെ സർവശക്തിയെ പ്രദർശിപ്പിച്ചു. ദരിദ്ര നാരായണന്മാരെന്ന് പറയപ്പെടുന്നവരെ അവതാരങ്ങളായി അംഗീകരിക്കരുത്. എന്തെന്നാൽ അവർക്ക് യഥാർത്ഥ അവതാരമുള്ള ഐശ്വര്യങ്ങൾ പ്രദർശിപ്പിക്കാൻ ഒട്ടും തന്നെ കഴിയില്ല. ഹരേ കൃഷ്ണ. ഹരിബോൾ. നിർത്താമോ നമുക്കിവിടെ? ഓക്കെ. യെസ്. സ്റ്റോപ്പ് ചെയ്യട്ടെ റെക്കോർഡിംഗ്? ശരി, സ്റ്റോപ്പ്.